താലിയുടെ അവകാശി ഭാഗം 4. അടുത്ത ദിവസം രാവിലെ ദേവികയുടെ വീട്ടിൽ ഒരു അപരിചിതമായ നിശബ്ദത. അർജുൻ വരാന്തയിലിരിക്കുന്നു. സുഭദ്ര അടുക്കളയിൽ. ദേവിക അവന് ചായ കൊണ്ടുവന്നു. ചായ അവൻ വാങ്ങി. നന്ദി. ഇന്നലെ പറഞ്ഞ സത്യമാണോ? എന്ത്? എന്നെ വിവാഹം കഴിക്കുമെന്നത്? അർജുൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. സത്യം. പക്ഷേ എന്ത്? നിന്റെ വീട്ടുകാർ സമ്മതിക്കില്ല. അവരെ ഞാൻ സമ്മതിപ്പിക്കും. ദേവിക ഒന്നും പറഞ്ഞില്ല. അന്നേ ദിവസം ഉച്ചയ്ക്ക് മംഗലത്ത് തറവാട്ടിൽ രാഘവൻ ഒരു പഴയ അലമാര തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഫോട്ടോയിൽ ഒരു യുവാവ്, അവൻ്റെ അരികിൽ ഒരു യുവതി. യുവതിയുടെ കഴുത്തിൽ അതേ സ്വർണ്ണതാലി. രാഘവൻ ഫോട്ടോ നെഞ്ചോട് ചേർത്തു. ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവൻ പതുക്കെ പറഞ്ഞു, ആ താലിയുടെ കഥ തീർന്നിട്ടില്ല. വൈകുന്നേരം അർജുൻ ദേവികയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ആരുമില്ല. ദേവിക ചോദിച്ചു, എന്തിനാണ് ഇവിടെ വന്നത്? അർജുൻ അവളെ നോക്കി. ഒരു വാഗ്ദാനം ചെയ്യാൻ. അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പൊതി എടുത്തു. അത് തുറന്നു. അതിനുള്ളിൽ ഒരു സ്വർണ്ണത്താലി. ദേവിക ഞെട്ടി. അർജുൻ, ഭയപ്പെടേണ്ട. ഇത് നമ്മുടെ വിവാഹത്തിനുള്ള താലിയാണ്. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ. ഇപ്പോഴല്ല. അവൻ താലി അവളുടെ കയ്യിൽ വെച്ചു. നിന്റെ കഴുത്തിൽ ഞാനിത് കിട്ടുന്ന ദിവസം, അവൻ പതുക്കെ പറഞ്ഞു, നിന്നെ എൻ്റെ ഭാര്യയെ മാത്രമല്ല എൻ്റെ ജീവിതമായി സ്വീകരിക്കുന്ന ദിവസമായിരിക്കും. ദേവിക കരഞ്ഞുകൊണ്ട് ചിരിച്ചു. അന്ന് വരെ ഞാനിത് സൂക്ഷിക്കാം. സൂക്ഷിക്കുമോ? എൻ്റെ ജീവൻ പോലെ. അവൾ താലി നെഞ്ചോട് ചേർത്തു. പക്ഷേ അവരറിയാതെ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്ന് ഒരാൾ അവരെ നോക്കുന്നുണ്ടായിരുന്നു. മംഗളത്ത് തറവാട്ടിലെ ഒരു പഴയ ജോലിക്കാരൻ. അവൻ ഉടൻ വീട്ടിലേക്ക് പോയി രാഘവന്റെ മുന്നിൽ നിന്നു. സാർ. എന്താ? അർജുൻ. അവൻ മടിച്ചു. അർജുൻ എന്ത്? അവൻ ആ പെൺകുട്ടിക്ക് താലി കൊടുത്തു. രാഘവന്റെ മുഖം മാറി. ഏത് താലി? ജോലിക്കാരെ പതുക്കെ പറഞ്ഞു. അത് തന്നെയാണ് സാർ, മംഗളത്ത് കുടുംബത്തിന്റെ പഴയ താലി. രാഘവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്ത്? അവന്റെ കണ്ണുകൾ ഭയത്തോടെ നിറഞ്ഞു. ആ താലി അവന്റെ കയ്യിൽ എങ്ങനെ എത്തി? അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ അവൻ പതുക്കെ പറഞ്ഞു, പഴയ കഥ വീണ്ടും തുടങ്ങുകയാണ്. രാഘവന്റെ ആ വാക്കുകൾ മംഗലത്ത് തറവാട്ടിലെ രാത്രിയുടെ നിശബ്ദതയെ അരിഞ്ഞുപോയി. അയാൾ ജനലിനരികിൽ തന്നെ നിന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അയാളുടെ മുഖത്ത് ഞെട്ടൽ മാറിയില്ല. സാവിത്രി മുറിയിലേക്ക് വന്നു. എന്തുപറ്റി? രാഘവൻ അവളെ നോക്കി. അർജുൻ ആ താലി ദേവികയ്ക്ക് കൊടുത്തു. സാവിത്രിയുടെ മുഖം വിളറി. ഏത് താലി? നിനക്കറിയാം. അവൾ ഒന്നും പറഞ്ഞില്ല. ഇത്രയും വർഷം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ താലി. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനത് അവൾക്ക് കൊടുത്തു. അതെ. സാവിത്രി കസേരയിലിരുന്നു. ഇനി എന്തു ചെയ്യും? രാഘവൻ പതുക്കെ പറഞ്ഞു, അവരെ വേർപെടുത്തണം. പക്ഷേ അവരെ ഒന്നിക്കാൻ അനുവദിച്ചാൽ? അവൻ വാക്ക് പൂർത്തിയാക്കിയില്ല. സാവിത്രി അവനെ നോക്കി. നമുക്ക് പഴയ തെറ്റ് വീണ്ടും ചെയ്യണോ? രാഘവന്റെ മുഖം കടുത്തു. ഇത് തെറ്റല്ല. പിന്നെ കുടുംബത്തെ രക്ഷിക്കാനുള്ള തീരുമാനം. അതേസമയം ദേവികയുടെ വീട്ടിൽ അവൾ തൻ്റെ മുറിയിലായിരുന്നു. അവളുടെ കയ്യിൽ അർജുൻ കൊടുത്ത താലി. അവൾ അത് വീണ്ടും വീണ്ടും നോക്കി. കണ്ണാടിയിൽ മുന്നിൽ നിന്നു. താലി കഴുത്തിൽ വെച്ച് നോക്കി. പിന്നെ പെട്ടെന്ന് മാറ്റി. ഇതിപ്പോൾ ഇടാൻ പാടില്ല, അവൾ സ്വയം പറഞ്ഞു. പക്ഷെ അവളുടെ മനസ്സിലൊരു സ്വപ്നം. അർജുൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നു. അവൾ കണ്ണടച്ചു. അറിയാതെ ചിരിച്ചു. അപ്പോഴാണ് അമ്മ വാതിൽ തുറന്നത്. ദേവു. അവൾ പെട്ടെന്ന് താലി ഒളിപ്പിച്ചു. എന്താ അമ്മേ? എന്താ നീ ഒളിപ്പിച്ചത്? ഒന്നുമില്ല. സുഭദ്ര അടുത്തേക്ക് വന്നു. അർജുൻ തന്താണോ? ദേവിക തലകുനിച്ചു. അമ്മയുടെ മുഖത്ത് ആശങ്ക. മോളെ, എന്താ? അവൻ നല്ലവനാണെന്ന് എനിക്കറിയാം. പിന്നെ? പക്ഷെ ആ കുടുംബം. സുഭദ്രയുടെ ശബ്ദം വിറച്ചു. അവരുടെ പഴയ കാര്യങ്ങൾ നിനക്കറിയില്ല. ദേവിക ഞെട്ടി. എന്ത് പഴയ കാര്യങ്ങൾ? ഒന്നുമില്ല അമ്മേ. നീ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ? സുഭദ്ര മകളുടെ കൈ പിടിച്ചു. നന്നായി ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക. ദേവിക പതുക്കെ ചോദിച്ചു. അമ്മയ്ക്ക് അർജുൻ ഇഷ്ടമല്ലേ? അവനെ അല്ല മോളെ പേടി. പിന്നെ? സുഭദ്ര മറുപടി പറഞ്ഞില്ല. അടുത്ത ദിവസം അർജുൻ ദേവികയെ കാണാനെത്തി. അവൾ മുറ്റത്ത് കാത്തു നിന്നിരുന്നു. ഇന്നലെ നീ ഉറങ്ങിയോ? ഇല്ല. എന്താ? നീ തന്ന താലി നോക്കിക്കൊണ്ടിരുന്നു. അർജുൻ ചിരിച്ചു. എന്തിനാ? എനിക്ക് പേടിയുണ്ട്. അവന്റെ മുഖം മാറി. എന്തിന്? നമ്മുടെ വിവാഹം നടക്കുമോ? അർജുൻ അവളുടെ അടുത്തേക്ക് വന്നു. നടക്കും. ഉറപ്പാണോ? 100%. നിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവരെ സമ്മതിപ്പിക്കും. സമ്മതിപ്പിച്ചില്ലെങ്കിലോ? അർജുൻ അവളുടെ കൈ പിടിച്ചു. അപ്പോൾ അവൻ കുറച്ചു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകും. ദേവിക ഉടനെ തല കുലുക്കി. വേണ്ട. എന്തിന്? നിന്റെ അമ്മയെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അർജുൻ അവളെ നോക്കി. അവൾ തുടർന്നു. അമ്മയെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ജീവിതം എനിക്ക് വേണ്ട. അർജുന്റെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു. നിനക്ക് എങ്ങനെ ഇത്ര നല്ല മനസ്സ്? ദേവിക ചിരിച്ചു. എന്നെ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം കൂടി കിട്ടിയല്ലോ. അർജുൻ ചിരിച്ചു. നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ? അത്രയൊന്നുമില്ല. കള്ളം. സത്യമാണ്. എങ്കിൽ ഞാൻ പോകുന്നു. അവൻ തിരിഞ്ഞു നടന്നു. ദേവിക പെട്ടെന്ന് വിളിച്ചു. അർജുൻ.
അവൻ തിരിഞ്ഞു. എന്താ? അവൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവരുടെ ആ സന്തോഷം അധികം നേരം നീണ്ടില്ല. അന്നേ വൈകുന്നേരം മംഗലത്ത് തറവാട്ടിൽ നിന്ന് രണ്ടുപേർ ദേവികയുടെ വീട്ടിലെത്തി. രാഘവന്റെ സഹോദരൻ മാധവനും ഭാര്യ ലളിതയും. സുഭദ്ര അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി എന്തിനാണ് വന്നത്. മാധവൻ ചിരിച്ചു. ഒരു കാര്യം സംസാരിക്കാനാണ്. എന്ത് കാര്യം? അർജുന്റെ വിവാഹം. സുഭദ്രയുടെ മുഖം മങ്ങി. അവൻ ദേവികയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ലളിത മേശപ്പുറത്തൊരു കവർ വെച്ചു. ഇതെടുത്തോളൂ. സുഭദ്ര തുറന്നു നോക്കി. അതിനുള്ളിൽ പണം. അവൾ ഞെട്ടി. ഇതെന്താ? ദേവികയുടെ വിവാഹത്തിനുള്ള സഹായം. സുഭദ്ര ഉടനെ കവർ തിരികെ കൊടുത്തു. എനിക്ക് വേണ്ട. മാധവൻ ചിരിച്ചു. തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ ഈ പണം എടുത്താൽ? അവൻ നേരെ പറഞ്ഞു. ദേവിക അർജുനിൽ നിന്ന് അകന്നു നിൽക്കണം. സുഭദ്രയുടെ കണ്ണുകൾ ദേഷ്യം. എൻ്റെ മകളെ പണം കൊടുത്ത് വാങ്ങാൻ വന്നതാണോ? ഞങ്ങൾ വാങ്ങാൻ വന്നതല്ല. പിന്നെ? മാധവൻ ശബ്ദം താഴ്ത്തി. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. എന്ത് കാര്യങ്ങൾ? അയാൾ കുറച്ചുനേരം അവളെ നോക്കി. ദേവികയുടെ അച്ഛനെ കുറിച്ച്. സുഭദ്രയുടെ മുഖം പെട്ടെന്ന് മാറി. അവൾ വിറച്ചു. അവന്റെ പേരിവിടെ പറയരുത്. മാധവൻ എഴുന്നേറ്റു. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അവൻ വാതിലിലേക്ക് നടന്നു. പോകുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കി. നിങ്ങളുടെ മകൾ അർജുന്റെ ജീവിതത്തിലേക്ക് വന്നാൽ, അവൻ പറഞ്ഞു, വർഷങ്ങളായി മൂടിവെച്ചിരുന്ന ഒരു രഹസ്യം പുറത്തു വരും. അവർ പോയി. സുഭദ്ര വാതിലടച്ചു. അവളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. രാത്രി ദേവിക അമ്മയെ നോക്കി. അമ്മേ. ഇന്ന് മംഗലത്ത് വീട്ടുകാർ വന്നിരുന്നു. സുഭദ്ര ഞെട്ടി. ആരാ പറഞ്ഞത്? ഞാൻ കണ്ടു. അവൾ അടുത്തേക്ക് വന്നു. അവർ എന്താണ് പറഞ്ഞത്? സുഭദ്ര ഒന്നും പറഞ്ഞില്ല. അമ്മ. ഒന്നുമില്ല. എന്നോട് കള്ളം പറയരുത്. സുഭദ്ര മകളുടെ മുഖത്തേക്ക് നോക്കി. കുറച്ച് നിമിഷം കഴിഞ്ഞ് ചോദിച്ചു, നീ അർജുനെ എത്രത്തോളം സ്നേഹിക്കുന്നു? ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ ജീവിതം മുഴുവൻ അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്രേ. സുഭദ്ര കണ്ണടച്ചു. അവളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രി തെളിഞ്ഞു. ഒരു കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ്, ഒരു താലി, ഒരു രക്തബന്ധം. അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. ദേവു. എന്താ അമ്മേ? അർജുനെ മറക്കണം. ദേവിക ഞെട്ടി. എന്ത്? നീ അവനെ വിവാഹം കഴിക്കരുത്. അമ്മേ, ഞാൻ പറയുന്നത് കേൾക്ക്. എന്തുകൊണ്ട്? സുഭദ്രയുടെ കണ്ണുകൾ കണ്ണുനീർ. കാരണം അവൾ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിച്ചു. അവനെ വിവാഹം കഴിച്ചാൽ അവൾ മകളുടെ കൈ മുറുകെ പിടിച്ചു. നിന്റെ ജീവിതം മാത്രമല്ല, അർജുന്റെയും ജീവിതം നശിക്കും. ദേവിക ഒന്നും മനസ്സിലാക്കാതെ അമ്മയെ നോക്കി. അതേസമയം അർജുൻ തന്റെ മുറിയിൽ ഫോൺ എടുത്ത് ദേവികയെ വിളിച്ചു. ഫോൺ എടുത്തില്ല. വീണ്ടും വിളിച്ചു. ഇല്ല. അവൻ അസ്വസ്ഥനായി. അപ്പോഴാണ് വാതിൽ തുറന്ന് സാവിത്രി അകത്തേക്ക് വന്നത്. ദേവികയെയാണ് വിളിക്കുന്നത്? അതെ. അവൾ ഇനി വിളിക്കണ്ട. അർജുൻ ഞെട്ടി. എന്തുകൊണ്ട്? നാളെ രാവിലെ അവളുടെ വീട്ടിലേക്ക് ആളുകൾ പോകും. എന്തിന്? സാവിത്രി അവനെ നോക്കി. നിന്റെ അച്ഛൻ എല്ലാം തീരുമാനിച്ചു. എന്ത്? നീ ദേവികയെ വിവാഹം കഴിക്കാതിരിക്കാൻ. അർജുൻ എഴുന്നേറ്റു. അമ്മേ. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജു. എന്താ? അവർക്കറിയാവുന്നത്. സാവിത്രി ഒന്നും പറഞ്ഞില്ല. അർജുൻ അവളുടെ കൈ പിടിച്ചു. അമ്മേ, സത്യം പറയൂ. അവൾ പതുക്കെ പറഞ്ഞു. ദേവികയുടെ അച്ഛനെ കുറിച്ച് നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട്. അർജുൻ ഞെട്ടി. എന്ത് കാര്യം? സാവിത്രി വാതിലിലേക്ക് നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ദേവികയുടെ അച്ഛനുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ ഒന്നും പറയാതെ നിന്നു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം. അപ്പോൾ ദേവിക ആരാണ്?